എന്റെ പേര് ഹൃദ്യ. ഞാനും എന്റെ ഭർത്താവും വിവാഹ ജീവിതത്തിലേക്ക് കടന്നിട്ട് ഇപ്പോൾ 2 കൊല്ലമായി. എന്റെയും എന്റെ ഭർത്താവിന്റെയും തീരുമാനമായിരുന്നു 2 കൊല്ലം കഴിഞ്ഞിട്ട് മതി കുട്ടികൾ എന്ന്. അതിന്റെ പ്രധാന കാരണം ഞങ്ങളുടെ വിവാഹം അറേഞ്ച് മാരേജ് ആയിരുന്നു. എനിക്കും അദ്ദേഹത്തിനും വിവാഹത്തിനു മുൻപ് വേറെ റിലേഷൻഷിപ്പ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ മാരേജ് അറേഞ്ച് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനും കൂടുതൽ സ്നേഹത്തോടെ അടുക്കാനും ഞങ്ങളുടെ ഇടയിൽ മൂന്നാമത് ഒരാൾ ഉടനെ വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് 2 കൊല്ലം വരെ ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ 2 കൊല്ലത്തിനു ശേഷം ഞാൻ പ്രഗ്നന്റ് ആയി. എന്റെ പ്രഗ്നൻസി ടൈം തൊട്ട് ചേട്ടൻ ജനിക്കാൻ പോകുന്ന കുട്ടിയെ ഓർത്ത് ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. ഒരു ആൺകുട്ടി വേണം എന്നായിരുന്നു ചേട്ടന്റെ ആഗ്രഹം. ചേട്ടൻ പെൺകുട്ടികളെ ഇഷ്ടമായിരുന്നില്ല. എനിക്ക് ഏത് കുട്ടി ആയാലും കുഴപ്പമില്ലായിരുന്നു. എന്റെ പ്രഗ്നൻസി ടൈമിൽ ചേട്ടൻ എന്നെ വളരെ സ്നേഹത്തോടെ ആയിരുന്നു നോക്കിയിരുന്നത്. ചേട്ടന്റെ കെയറിംഗ് കണ്ട് ചേട്ടനോടുള്ള എന്റെ റെസ്പെക്ട് കൂടി. അങ്ങനെ എന്റെ ഡെലിവറി കഴിഞ്ഞു ചേട്ടന്റെ ആഗ്രഹം പോലെ ഞങ്ങൾക്ക് ഒരു ആൺകുട്ടി തന്നെ പിറന്നു. മോൻ ഉണ്ടായതിൽ പിന്നെ ചേട്ടൻ മോനോടായി സ്നേഹക്കൂടുതൽ. ചേട്ടന്റെ കൂട്ടുകാർക്ക് എല്ലാം കുട്ടികൾ ഉണ്ട്. അതൊക്കെ കണ്ട് തനിക്കും ഒരു കുട്ടി വേണം എന്ന ആഗ്രഹം ചേട്ടനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുഞ്ഞ് ജനിക്കാൻ ചേട്ടൻ കാത്തിരിക്കുകയായിരുന്നു. ചേട്ടൻ ജോലി കഴിഞ്ഞു വന്നാൽ പിന്നെ എപ്പോഴും മോന്റെ കൂടെയായിരിക്കും. അവനെ എടുത്തോണ്ട് നടക്കാനും കളിപ്പിക്കാനും ആണ് ചേട്ടൻ കൂടുതൽ താൽപര്യം കാണിച്ചിരുന്നത്. അവൻ കളിക്കാൻ കളിപ്പാട്ടം കൊണ്ടാണ് എന്നും ചേട്ടൻ ജോലി കഴിഞ്ഞു വരുന്നത്. ചേട്ടന്റെ മോനോടുള്ള ഈ സ്നേഹക്കൂടുതൽ കാരണം എനിക്ക് നഷ്ടമായത് ഞങ്ങളുടെ സ്നേഹബന്ധമാണ്. ചേട്ടൻ ഇപ്പോൾ എന്നെ തീരെ ശ്രദ്ധിക്കാറില്ല. ചേട്ടൻ എന്റെ ഒരു നല്ല ഫ്രണ്ടും കൂടിയായിരുന്നു. നന്നായി പോയിക്കൊണ്ടിരുന്ന എന്റെ ലൈഫ് ഒരു കുഞ്ഞ് ജനിച്ചതോടെ താറുമാറായി. എനിക്കും എന്റെ മോനെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ മോൻ ജനിച്ചതിൽ പിന്നെ ചേട്ടനോടുള്ള എന്റെ സ്നേഹം ഒരു തരി പോലും കുറഞ്ഞിട്ടില്ലായിരുന്നു. മുൻപ് എങ്ങനെ ആയിരുന്നോ അതുപോലെ തന്നെ ആയിരുന്നു പിന്നീടും. മോൻ ഉണ്ടായതിൽ പിന്നെ ഉള്ള ചേട്ടന്റെ ഈ സ്നേഹക്കുറവ് എന്തുകൊണ്ടായിരിക്കും എന്ന് അറിയാൻ ഞാൻ എന്റെ കൂട്ടുകാരിയെ കണ്ടു. അവൾ ഒരു സൈക്കോളജി ഡോക്ടറാണ്. അവളെ കണ്ട് ഞാൻ എന്റെ പ്രശ്നങ്ങൾ അവളോട് പറഞ്ഞു. ഞാനും ചേട്ടനും പണ്ട് എപ്പോഴും പുറത്ത് കറങ്ങാൻ പോകുമായിരുന്നു. ചേട്ടൻ എനിക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിത്തരും. ഒപ്പം ചേട്ടൻ ഞങ്ങളുടെ 2 പേരുടെയും ഒരുപാട് ഫോട്ടോസ് ഫോണിൽ എടുക്കാമായിരുന്നു. ഇപ്പോൾ ചേട്ടൻ മോന്റെ ഒപ്പമുള്ള ഫോട്ടോസ് മാത്രമേ എടുക്കാറുള്ളൂ. മിക്കപ്പോഴും ഞാനാണ് അവരുടെ ഫോട്ടോസ് എടുത്തുകൊടുക്കാറുള്ളത്. നീയും വാ, നമുക്ക് ഒരുമിച്ച് ഫോട്ടോ എടുക്കാം എന്ന് ചേട്ടൻ എപ്പോഴെങ്കിലും പറയുമെന്ന് കരുതി ഞാൻ കാത്തിരിക്കാറുണ്ട്. എനിക്ക് എന്റെ ആ പഴയ ഹാപ്പി ലൈഫ് തിരിച്ചുവേണമെന്ന് ഞാൻ എന്റെ ഡോക്ടർ കൂട്ടുകാരിയോട് പറഞ്ഞു. അതിന് ഞാൻ എന്തു ചെയ്യണം എന്ന് അവളോട് ചോദിച്ചു. അവൾ എനിക്ക് മറുപടി തന്നു. ആദ്യമായിട്ട് ഒരു കുഞ്ഞിന്റെ അച്ഛൻ ആവുമ്പോൾ കുട്ടികളെ ഒരുപാട് ഇഷ്ടമുള്ള ഏതൊരു ആൺകുട്ടിയും ചിലപ്പോൾ ഇങ്ങനെ ആവും. അപ്പോൾ അവർക്ക് അവരുടെ സ്വന്തം കുഞ്ഞിനോടായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹം. ഈ സാഹചര്യത്തിൽ ഭർത്താക്കന്മാർക്ക് അവരുടെ ഭാര്യയോടുള്ള സ്നേഹത്തിന് ചിലപ്പോൾ കുറവ് വന്നേക്കാം. അത് സ്വാഭാവികം. ചില പുരുഷന്മാർക്ക് കല്യാണത്തിന് ശേഷം അച്ഛൻ അമ്മയേക്കാൾ സ്നേഹം ഭാര്യയോട് ആയിരിക്കാം. അതുപോലെ ഒരു കുഞ്ഞായി കഴിയുമ്പോൾ കുഞ്ഞിനോടാവും സ്നേഹം. നീ ഇപ്പോൾ ചെയ്യേണ്ടത് നിന്റെ ഈ പ്രശ്നം ഭർത്താവിനോട് തുറന്നു പറയണം. തന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം മനസ്സിലാക്കി അദ്ദേഹം പഴയതുപോലെ തന്നെ നിന്നോട് പെരുമാറും. അവളുടെ വാക്ക് കേട്ട് ഞാൻ എന്റെ ചേട്ടനോട് ഈ കാര്യം തുറന്നു പറഞ്ഞു. ശേഷം ചേട്ടൻ ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി പറഞ്ഞു, നീ ഇതിന്റെ ഇടയ്ക്ക് ഇത്രയും ഒക്കെ ചിന്തിച്ചു കൂട്ടിയോ എന്ന്. എനിക്കും അപ്പോൾ ചിരി വന്നു. ചേട്ടൻ പറഞ്ഞു, ശരി, നിനക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നെങ്കിൽ അത് മാറ്റേണ്ടത് എന്റെ കടമയാണ്. ഇനി മുതൽ ഞാൻ നിനക്ക് വേണ്ടിയും കുഞ്ഞിന് വേണ്ടിയും ഒരുപോലെ സമയം കണ്ട് എത്തിക്കോളാം. ഈ ഷോർട്ട് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതുപോലെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ?